Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes, good morning. Okay, start ചെയ്യാം. Yes, ma'am. Yes. Chapter ഏതാ? ഓർമ്മയുണ്ടോ? Health Management Information System. Yes, Health Management Information System, HMIS. കേട്ടോ chapter. Yes, Health Management Information System. While managing the health of people, it is very necessary to record each and every information regarding the patients for further verification, for patient care, and also for legal purpose. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലില് അവിടെ വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പേഷ്യന്റ് കെയർ, അവരിൽ നടത്തപ്പെടുന്ന സർജറീസ് ആകാം, മറ്റു പ്രൊസീജിയേഴ്സ് ആകാം, ലാബ് ടെസ്റ്റുകളാകാം, അല്ലെ, അതുപോലെ എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യണം. അത് പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ടും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ഫർദർ വെരിഫിക്കേഷൻ, പിന്നീട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ പെർട്ടിക്കുലർലി ഫോർ ലീഗൽ, ചില കാര്യങ്ങൾക്ക് ലീഗൽ ഒരു എവിഡൻസിന് വേണ്ടി, ഒരു എന്താ പറയാ, ഒരു തെളിവിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ അത് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്. അപ്പൊ ഈ ഹെൽത്ത് മാനേജിങ് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താ പറയാ, പിന്നീട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വെരിഫിക്കേഷൻസ്, റിസർച്ച് സ്റ്റഡീസ് റിഗാർഡിംഗ് എ പെർട്ടിക്കുലർ ഡിസീസ്, റിഗാർഡിംഗ് എ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്, അല്ലെങ്കിൽ റിഗാർഡിംഗ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെഡിസിൻ, ഇതിനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് വിലയിരുത്താനും, അതുപോലെ പിന്നീട് റിസർച്ച് സ്റ്റഡീസിനൊക്കെ പല രീതിയിലും എന്താ പറയാ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എല്ലാം തന്നെ കീപ്പ് ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ ഇവിടെ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്: ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിജിറ്റൽ വേർഷൻ ഓഫ് ദ പേപ്പർ ചാർട്ട്സ്. നമ്മൾ പണ്ട് പേപ്പറിൽ എഴുതി വെച്ചിരുന്ന പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുമ്പോ അവിടെ ഡോക്ടേഴ്സിനെ കാണുന്നു, അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഇവരില് വല്ല ടെസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്തതിന്റെ ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ചാർട്ടായിട്ട് അവിടെ എന്തായാലും ഒരു ഫയലില് ആക്കി വെക്കും, അല്ലെ. ഈ പേപ്പർ ചാർട്ടുകളുടെ ഒക്കെ ഒരു എന്താ പറയാ ഒരു ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആണ് നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനാ ഇത് നമ്മളിങ്ങനെ കീപ്പ് ചെയ്യണേ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ടു ട്രാക്ക് ഡാറ്റ അറ്റ് എനി ടൈം, എപ്പോ വേണമെങ്കിലും ആ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് എപ്പോ വേണമെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്യാം. കാരണം ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് ഈ പറയുന്ന ഈ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അറ്റ് എനി ടൈം വി ക്യാൻ റിട്രീവ് ദാറ്റ് പെർട്ടിക്കുലർ ഡാറ്റ ഇന്ന പേഷ്യൻസിന്റെ, ആ പേഷ്യന്റിന്റെ പേരോ അല്ലെങ്കിൽ അയാളുടെ ഐഡിയോ വെച്ച് നമ്മളത് പാസ്വേഡ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, സേവ് ചെയ്തിട്ടുണ്ടാവും. ആ പാസ്വേഡ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡാറ്റ നമുക്ക് എപ്പോ വേണമെങ്കിലും, കാരണം അത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് എപ്പോ വേണമെങ്കിലും എളുപ്പം നമുക്കത് റിട്രീവ് ചെയ്ത് എടുത്ത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യാനോ എക്സാമിൻ ചെയ്യാനോ ഒക്കെ പറ്റും.
rather than compared to paper charts. Paper charts ആവുമ്പോൾ അതിന് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ, ഒരുപാട് അതിൻ്റെതായ ഡ്രോബാക്കുകൾ അതിനുണ്ട്. പിന്നെ ടെക്നോളജി ഡെവലപ്ഡ് ആകുന്നതിന്റെ ആ ഒരു ബേസിസിൽ ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പേപ്പർ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ രീതിയിൽ അതങ്ങനെ വെക്കുന്നതുകൊണ്ട് എളുപ്പമാണ്. പിന്നെ ഏത് പേഷ്യൻസിന് ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിങ്സ് അവർക്ക് വേണ്ടിയിട്ട് ചെക്കപ്പുകളൊക്കെ അത് ആ പേഷ്യൻസ് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് അത് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഈ പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ആകുന്നുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ്. പിന്നെ ഏത് പേഷ്യൻസിനും ഓരോ ചില അവരിൽ എന്താ പറയാ നടത്തപ്പെടുന്ന ചെക്കപ്പുകൾ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട്, അതായത് ബ്ലഡ് പ്രഷർ റീഡിങ്സ്, വാക്സിനേഷൻ, ഇതൊക്കെ ഇതിന്റെ പ്രയോറിറ്റി അത് എപ്പോഴൊക്കെയാ കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ നോക്കി ആ പേഷ്യൻസിനെ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനൊക്കെ electronic medical records help ചെയ്യുന്നുണ്ട്. മാത്രമല്ല, if they have to improve the quality of medical service provided, അവിടെ നിലനിൽക്കുന്ന പ്രാബല്യത്തിലുള്ള മെഡിക്കൽ സർവീസിനേക്കാൾ എത്രത്തോളം നമുക്ക് ക്വാളിറ്റി വർദ്ധിപ്പിക്കണം, ഇനി വർദ്ധിപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടോ ഇത് കണക്കാക്കാനും ഇത് അസസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അത് കണ്ടെത്തി അതെങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ നിന്നാണ് അത് മോണിറ്റർ ചെയ്ത് അങ്ങനെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ക്യാൻ ബി ബ്രോട്ട് അത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, ആൻഡ് ഇനി മെഡിക്കൽ റെക്കോർഡ്സുകളുടെ മറ്റൊരു രൂപമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സംതിങ് മോർ ദാൻ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഇത് ഫോക്കസ് ഓൺ ദ ടോട്ടൽ ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ് വിച്ച് ഈസ് ബിയോണ്ട് ദ സ്റ്റാൻഡേർഡ് ക്ലിനിക്കൽ ഡാറ്റ കളക്ടഡ് ഇൻ ദ പ്രൊവൈഡേഴ്സ് ഓഫീസ്. ഈ പ്രൊവൈഡേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പേഷ്യന്റ് ആണ്, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അപ്പൊ എന്റെ എന്താ പറയാ അവിടെ എനിക്ക് ഡോക്ടറെ കാണുന്നു. അപ്പൊ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് കുറിക്കുന്നു. മരുന്ന് എനിക്ക് തരുന്നത് സപ്ലൈ ചെയ്യുന്നത് ഫാർമസിയിൽ നിന്നാണ്. എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ലാബിൽ നിന്നാണ്. അപ്പൊ ഇത് ഓരോരുത്തരും കൊടുക്കുന്നതാണ്. ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് അതെന്താണെന്ന് അറിഞ്ഞാലാണ് ഫാർമസിക്കാർക്ക് എനിക്ക് മരുന്ന് തരാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് എ ഡാറ്റ. ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ഫാർമസിയിലേക്ക് എത്തുന്നു. ഫാർമസി ആ ഡാറ്റ നോക്കിയിട്ട് എനിക്ക് മരുന്ന് തരുന്നു. ഇനി എന്തെങ്കിലും ടെസ്റ്റ് പറഞ്ഞെങ്കിൽ ഞാൻ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ ലാബിലേക്ക് പോകണം. എന്റെ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും ഒക്കെ എടുത്ത് അവർ ടെസ്റ്റ് ചെയ്യുന്നു. അത് ആ ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും അവരെടുത്ത് ടെസ്റ്റ് ചെയ്യല. സോ വാട്ട് ഇറ്റ് ഈസ് സജസ്റ്റഡ് ബൈ ദ ഡോക്ടർ, എന്താണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, യൂറിൻ ടെസ്റ്റ് ചെയ്യാനാണോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണോ ആൻഡ് വാട്ട് എവർ ഇറ്റ് മേ ബി അത് നോക്കുന്നു. അത് നോക്കി അതിനകത്ത് തന്നെ പല ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് കണ്ടന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ, കൗണ്ട് കൂടുതലോ കുറവോ, അതല്ലാതെ എന്താണ് ബ്ലഡ് സെൽസിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെ അത് കണ്ടെത്താനുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്താനുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ടെസ്റ്റാണ് ലാബിൽ നടത്തപ്പെടുക. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ ഇതെല്ലാം റെക്കോർഡ്സ് ആണ്. അതാണ് പ്രൊവൈഡേഴ്സ് എവിടെ നിന്നാണോ ആ പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടുന്നത് എല്ലാം കൂടി ഒരുമിച്ചുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പൊ ആ രോഗം നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് വേണമെങ്കിൽ പറയാം. എപ്പിസോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രോഗം വന്നു, നമ്മൾ ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് ചിലപ്പോ പോയിട്ട് ആ കംപ്ലീറ്റ് രോഗം മാറണമെന്നില്ല. വീണ്ടും അടുത്ത 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഫോളോ അപ്പിന് വേണ്ടി 2 ദിവസം കഴിയുമ്പോൾ വരാൻ. അപ്പൊ നമ്മൾ അപ്പൊ പോകുന്നു. ആ ഒരു ടോട്ടൽ ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ രോഗം നമ്മൾ ഇല്ലാതാകുന്നത് വരെ നമ്മൾ ഇടയ്ക്ക് പോകുമോ മരുന്നുമായിട്ടോ അല്ലെങ്കിൽ ചെക്കപ്പോ അങ്ങനെ അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം റെക്കോർഡ്സ് വിൽ ബി ദർ അല്ലെ, ഹോസ്പിറ്റൽസിൽ സൂക്ഷിക്കണം. ആൻഡ് ഓൾസോ സംടൈംസ് ദീസ് റെക്കോർഡ്സ് ഹാവ് ടു ബി ഷെയർഡ് ടു സം അതർ ഡോക്ടേഴ്സ് ഓർ ഓൾസോ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ. ആ അവിടെയുള്ള ഹോസ്പിറ്റലിൽ തന്നെയും അവിടെയുള്ളവർക്ക് തമ്മില് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ലാബിൽ കൊടുക്കുന്നു, ലാബിൽ നിന്ന് ഫാർമസിയിലേക്ക് പോകുന്നുണ്ടോ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും. മാത്രമല്ല ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും എല്ലാം വേണ്ടിയിട്ട് ലാബിൽ നിന്ന് ആയിക്കോട്ടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ വാട്ട് എവർ ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ദ പേഷ്യൻസ് ഹാവ് ടു ബി ഹാൻഡഡ് ഓവർ ഓർ ഷെയർഡ് ടു അതർ ക്ലിനീഷ്യൻസ് ഓർ അതർ ഡോക്ടേഴ്സ്. അവർക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇതെല്ലാം ചേരുന്ന ആ ഒരു റെക്കോർഡുകളാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? അല്ലാതെ എന്താ പറയാ ഇപ്പൊ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോരോ സ്ഥലത്ത് അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ചില റെക്കോർഡ്സ് ഹാവ് ടു ബി ഷെയർഡ് ടു അതർ ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് ഓർ ക്ലിനീഷ്യൻസ് ഓർ ഓൾസോ ടു ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ചിലപ്പോഴൊക്കെ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം കൂടി എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെയും എന്താ പറയാ ആ ഒരു എക്സ്പാൻഡഡ് ഫോം നമ്മൾ പഠിച്ചിരിക്കണം. EMRS-ഉം EHRS-ഉം. RS അവിടെ സ്മോൾ ലെറ്റർ ആണ്, റെക്കോർഡ്സിന്റെ ആ S ആണ് കേട്ടോ, പ്ലൂറൽ ഫോമിലുള്ള ആ S ആണ്. അതുകൊണ്ട് അത് സ്മോൾ ലെറ്ററിൽ S എഴുതിയിരിക്കുന്നത് കേട്ടോ. എസിന് അവിടെ എക്സ്പാൻഷൻ ഇല്ല. S എന്ന് പറയുന്നത് റെക്കോർഡിന്റെ S ആണ്. നിങ്ങൾ സംശയം വരും EHRS എന്നുണ്ടല്ലോ, പക്ഷെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എസിന്റെ എക്സ്പാൻഡഡ് ഫോം ഇല്ലേ എന്ന് ചോദിക്കും. S അതുകൊണ്ടാണ് ഷോർട്ട് സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. EHRS focus on total health of a patient going beyond the standard clinical data collected in the provider's office and is inclusive of a broader view on a patient care. അതായത് നമുക്ക് എന്താ പറയാ എല്ലാ തരത്തിലും ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള കെയറിങ്ങും കൂടി അത് ചിലപ്പോൾ പുറത്തേക്ക് നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷൻ വിട്ട് പുറത്തേക്ക് കൂടി നമുക്കത് പ്രൊവൈഡ് ചെയ്യേണ്ട ആ ഒരു എന്താ പറയാ ഡാറ്റാസ് മുഴുവൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാസ് അങ്ങോട്ടേക്ക് കൂടെയൊക്കെ ഷെയർ ചെയ്യുന്നത് എന്താ പറയാ എല്ലാം കൂടി ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഒറ്റ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ മതി. ഇത് ഇങ്ങനെയാണ്, ഇതെല്ലാമാണ് ഈ പറയുന്ന പോലെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഹെൽത്ത് റെക്കോർഡുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ എന്താ പറയാ ഗാരറ്റ് സേഡ്മാൻ ആണ്. എന്താ പറയാ ഗാരറ്റ് സേഡ്മാൻ 2011 അദ്ദേഹം കാര്യം ആയിട്ട് എന്താ പറയാ നമുക്കറിയാലോ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് എന്താ പറയാ 2000 എന്താ പറയാ ഈ പറയുന്ന അധികം നാളുകളൊന്നും ആയിട്ടില്ല. ഇത്രയധികം എല്ലാ ഓർഗനൈസേഷനും കമ്പ്യൂട്ടർ പോലെയുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ ഡാറ്റാസും സേവ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടാണ് ആ പറയുന്ന ആള് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടാണ്, അധികം ബാക്കിലല്ലല്ലോ, ഒരു 10-14 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു ഡാറ്റാസ് ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കുന്നു. അത്രയാണ്. അതിപ്പോ എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതെന്റെ പേഴ്സണൽ പർപ്പസ് അല്ലേ. സോ ആ രീതിയിൽ നമുക്ക് ആ റെക്കോർഡ് സൂക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ ആ റെക്കോർഡ് പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷെ it has to be used to some other organizations, മറ്റ് ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിന് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് സജസ്റ്റ് ചെയ്യുന്ന ചില റെഫറൻസും മറ്റു കാര്യങ്ങളും കൊണ്ട് നമുക്ക് എന്താ പറയുക ഇവിടെ എന്തൊക്കെ ചെയ്തു, ഈ പേഷ്യന്റിന് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു എന്നുള്ളത് അടക്കം കൊടുത്തുവിടേണ്ടി വരും. അപ്പൊ അത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെന്റൻസ് മീൻസ് EHR ഫോക്കസ് ഓൺ എന്നുള്ളത് മുതൽ പേഷ്യന്റ് കെയർ വരെ അണ്ടർലൈൻ ചെയ്തോ? യെസ്. നെക്സ്റ്റ് വൺ, അത് നിങ്ങൾ സെന്റൻസ് നന്നായി പഠിച്ചാൽ മതി. പേഷ്യന്റ് റെക്കോർഡിന്റെ പർപ്പസ് എന്താണ്? എന്തിനാണ് നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത്? അത് നമുക്കറിയാം. പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഒരുപാട് ഇമ്പോർട്ടന്റ് പർപ്പസ് ഉണ്ട് ഹെൽത്ത് റെക്കോർഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. നമ്മൾക്ക് ഇന്നത്തെ കാലത്തൊന്നല്ല, പണ്ട് മുതലേ തന്നെ ഹോസ്പിറ്റൽസിൽ നമ്മൾ ചെല്ലുമ്പോൾ മുതൽ, ദാറ്റ് മീൻസ് വൈ വി ആർ എൻറ്ററിങ് ദ കോമ്പൗണ്ട്, ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ ചെന്ന് നമ്മൾ ഇപ്പോഴൊക്കെയാണെങ്കിൽ ചില സ്ഥലത്ത് സെക്യൂരിറ്റി തുടങ്ങി. അതായത് സെക്യൂരിറ്റീസ് ഇരിക്കുന്ന ഒരു ചെറിയ ക്യാബിൻ പോലത്തെ ഉണ്ടാവും. അവിടേക്ക് എൻട്രി ചെയ്യുന്ന സമയം തുടങ്ങി കുറച്ച് കൂടുതൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ കുറച്ചുകൂടി ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ എവിഡൻസിന് വേണ്ടിയിട്ടാണ് എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വരുന്നത് അല്ലെ. ചില ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട്, ഗേറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്ന സമയം ആരാണെന്ന പേരും നമ്മുടെ സിഗ്നേച്ചറും ആൻഡ് ദ ടൈം ഓഫ് എൻട്രിങ് ദ പ്രെമിസസ്, ഹോസ്പിറ്റൽ പ്രെമിസസിനകത്തോട്ട് പ്രവേശിക്കുന്ന സമയം ഇതൊക്കെ കൊടുക്കും.
എഴുതി കൊടുക്കണം. തിരിച്ചു പോകുമ്പോൾ അത് ഒരുപാട് പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഒരുപാട് എന്താ പറയാ അക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അകത്തോട്ട് കയറുന്നു. നമ്മള് ഒരു ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ അവിടെ ചീട്ട് ചെയ്യുന്ന സ്ഥലം അല്ലെ, റിസപ്ഷൻ സ്ഥലം, അവിടെ നമ്മൾ ചെല്ലുന്നു. ആൻഡ് വി ഡിസ്ക്ലോസ് അവർ നെയിം, അഡ്രസ് ആൻഡ് സെക്ഷൻ ആൻഡ് ഓൾസോ സം അതർ ഡീറ്റെയിൽസ് അല്ലെ, മൊബൈൽ ഫോണിന്റെ മൊബൈൽ നമ്പർ, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഇതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യുന്നു കണ്ടോ അവിടെ. എന്നിട്ടാണ് നമുക്കൊരു ID കാർഡ്, ഒരു ചീട്ട് നമുക്ക് തരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിനകത്തോട്ട് നമുക്ക് കാണേണ്ട ഡോക്ടർ ആരാണോ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് വേണ്ടി നമ്മൾ അവരുടെ പുറത്ത്, അവരുടെ റൂമിന്റെ പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ ടേൺ ആകുമ്പോഴാണ് നമ്മൾ അകത്തോട്ട് കയറുക. അകത്തോട്ട് കയറുന്നു, പേഷ്യന്റിനോട് ഡോക്ടർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടികൾ പറയുന്നു. ഡോക്ടർ അവിടെയും എന്തൊക്കെയോ പ്രിസ്ക്രൈബ് ചെയ്യും. ഇത് മരുന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ചില സജഷൻസ് ആയിക്കോട്ടെ, ചില വെയിറ്റ് നോക്കാൻ പറയും, BP നോക്കും, അവിടെ തന്നെ ഇരുന്നിട്ടാണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കും. ഇപ്പൊ അതൊക്കെ പേപ്പറിനകത്തല്ലാതെ തന്നെ ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. ഡോക്ടേഴ്സിന്റെ മുമ്പിലുണ്ട്, ഫാർമസിയിലുണ്ട്, ലാബിലുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യും. സോ നമ്മളത് കാണുന്നതാണ് അല്ലെ. എവിടെ ചെല്ലുമ്പോഴും എന്തെങ്കിലുമൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇറങ്ങി പോരുന്ന സ്ഥലമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടാവില്ല ഹോസ്പിറ്റൽസിൽ. കാരണം ഇത് മനുഷ്യന്മാരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സോ ഈച്ച് ആൻഡ് എവറി ഇൻഫർമേഷൻ ഹാവ് ടു ബി റെക്കോർഡഡ്. ഇത് എന്ന് പറയുന്നത് ഒരു പല കീ പർപ്പസിന് വേണ്ടിയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹെൽത്ത് റെക്കോർഡുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടുതൽ എന്തിനാണ് ഹെൽത്ത് റെക്കോർഡ്സ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിന്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇത് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് കെയർ കൊടുക്കുക, പോപ്പുലേഷൻ ഹെൽത്തിനെ നമുക്ക് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് ഒരു സിംഗിൾ എപ്പിസോഡ് ഓഫ് അവരുടെ പേഷ്യന്റ് വരുമ്പോൾ അവരുടെ ആ ഒരു സിംഗിൾ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി എത്ര ഒരു പ്രാവശ്യം വരുമ്പോൾ അവർക്ക് കിട്ടുന്ന എല്ലാ കെയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് എന്താ പറയാ ഏത് ഹോസ്പിറ്റൽസിന്റെയും ലക്ഷ്യമാണ്. റെക്കോർഡ്സ് മാനേജ് ചെയ്യാൻ, പേഷ്യൻസ് കെയർ മാനേജ് ചെയ്യാൻ മാത്രമല്ല, പേഷ്യൻസിന്റെ കണ്ടിന്യൂം ഓഫ് കെയർ. ദാറ്റ് മീൻസ് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞു, വീണ്ടും നമ്മുടെ അസുഖം മാറിയില്ലെങ്കിൽ വിൽ കണ്ടിന്യൂ ദ കെയർ. നമ്മൾ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും അല്ലെ ഡോക്ടറെ മാറിയിട്ടില്ല, അല്ലെങ്കിൽ വലിയ ആശ്വാസമൊന്നും ഇല്ല. സോ കെയർ ഹാവ് ടു ബി കണ്ടിന്യൂഡ്. അതിങ്ങനെ തുടർന്ന് എവിടെയാണോ നമ്മുടെ ആളുടെ രോഗം കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കി, അതായത് ഹെൽത്തിനെ ഓക്കെയാക്കി കൊടുക്കാൻ പറ്റുന്നത്, അതുവരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ഹോസ്പിറ്റൽസിലെ റെക്കോർഡുകൾ, പേഷ്യൻസിന്റെ റെക്കോർഡുകൾ. എനിക്കൊരു റെക്കോർഡ്, വേറെ ആളുകൾക്ക് വേറെ റെക്കോർഡ്, എല്ലാവരെയും കൂടി ഒരു റെക്കോർഡിലാണോ സേവ് ചെയ്ത് വെക്കുന്നത്? അല്ല, ഡിഫറെന്റ് റെക്കോർഡ്സ് ഫോർ ഡിഫറെന്റ് പേഷ്യൻസ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തിനൊക്കെയാണ് വാട്ട് ആർ ദ പർപ്പസ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ് എന്നുള്ളത് പോയിന്റ് വൈസ് ആയിട്ട് നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുമ്പ് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ പേഷ്യന്റ് ക്ലിനിക് റെക്കോർഡ്സ് ഫോർ സെവറൽ കീ പർപ്പസസ്. പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. And the last sentence of that particular paragraph, records support not only managing the single episode of care, but also patient's continuum of care and also population health. Continuum means that തുടർച്ചയായിട്ടുള്ള പരിചരണത്തിന്, അപ്പോഴത്തെ പരിചരണത്തിനും തുടർച്ചയായ പരിചരണത്തിനും മൊത്തത്തിൽ ആളുകളുടെ ഹെൽത്തിനും, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റെക്കോർഡുകൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ആ റെക്കോർഡ്സ് സപ്പോർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ് മാത്രം പാരഗ്രാഫിലെ നിങ്ങളൊന്ന്, അതാണ് കാര്യം, മെയിൻ കാര്യം അതാണ്. ഇനി അതെന്താണ്, അതെന്തൊക്കെ പർപ്പസ് ആണെന്ന് 1 by 1 ആയിട്ട് അവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതെന്താന്ന് നോക്കാം. പറഞ്ഞതിനകത്തുള്ളതാണ് ഒന്നാമത്തേത് എപ്പിസോഡ് ഓഫ് കെയർ. ദാറ്റ് മീൻസ് ഒരു പേഷ്യന്റിന് when they offer some services to a patient with a specific condition or for a specific period of time. ഒരു പ്രത്യേക സമയത്തില് ഒരു പേഷ്യന്റിനും, ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് പേഷ്യൻസ് വരും ഓരോ ദിവസം ഹോസ്പിറ്റൽസ്, ഓരോരുത്തർക്കും കൊടുക്കുന്ന ആ ഒരു സേവനം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എപ്പിസോഡ് ഓഫ് കെയർ. ഇപ്പൊ എനിക്കിപ്പോ എന്തെങ്കിലും അസുഖം വന്നു, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നു, എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുന്നു അല്ലെ. ഓക്കെ, മരുന്ന് കഴിച്ചു, എനിക്ക് ഓക്കെ ആയി. ദാറ്റ് മീൻസ് പിന്നീട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടൊന്നും എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. ദാറ്റ് ഈസ് ആൻ എപ്പിസോഡ് ഓഫ് കെയർ. അപ്പോൾ കിട്ടിയ ആ ഒരു കെയറിങ്ങിന്റെ ആ ഒരു ടൈം, ആ ഒരു സ്പെസിഫിക് കണ്ടീഷന്, അല്ലെങ്കിൽ എനിക്ക് വന്ന പനിക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എനിക്ക് കിട്ടിയ സേവനം, ദാറ്റ് ഈസ് കോൾഡ് എപ്പിസോഡ് ഓഫ് കെയർ. മനസ്സിലായോ?
അപ്പൊ ചിലപ്പോ അത് മാറിയിട്ടില്ല, 2 ദിവസം കഴിഞ്ഞു, പനി വീണ്ടും വരികയാണല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും വരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് എന്റെ പനി മാത്രമായിരിക്കില്ല, ചിലപ്പോ ആ പനി എന്ന് പറയുന്നത് എന്തെങ്കിലും വേറെ രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം. അപ്പൊ അവരത് കണ്ടുപിടിക്കണം, ഞാൻ വീണ്ടും വരുന്നു, മനസ്സിലായി, അടുത്ത എപ്പിസോഡ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഓരോ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷനുമായിട്ട് എന്തെങ്കിലും ഒരു രോഗം ഡിസീസുമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒരു സ്പെസിഫിക് ടൈമിൽ വരുമ്പോ അപ്പൊ കിട്ടുന്ന ആ ഒരു സർവീസ് അതിനെയാണ് നമ്മൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് വിളിക്കാം. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണേ. എപ്പിസോഡ് ഓഫ് കെയർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. Episode dash refers to the services provided to a patient with a specific condition for a specific period of time. എന്ന് ചോദിച്ചാൽ എപ്പിസോഡ് ഓഫ് കെയർ ആണ്. മനസ്സിലായില്ലേ? അടുത്തത് അത് എപ്പിസോഡ് ഓഫ് കെയർ ആണ്. അടുത്തത് എന്താ? കണ്ടിന്യൂം ഓഫ് കെയർ ആണ്, തുടർച്ചയായിട്ടുള്ള കെയറിംഗ് ആണ്. CHMISS എന്താ പറയാ 2014 എന്താണ് കണ്ടിന്യൂം ഓഫ് കെയർ എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ? ഇറ്റ്സ് എ കൺസെപ്റ്റ് ഇൻവോൾവിംഗ് എ സിസ്റ്റം ദാറ്റ് ഗൈഡ്സ് ആൻഡ് ട്രാക്സ് പേഷ്യന്റ് ഓവർ ടൈം ത്രൂ എ കോംപ്രിഹെൻസീവ് അറേ ഓഫ് ഹെൽത്ത് സർവീസസ് സ്പാനിങ് ഓൾ ലെവൽസ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് കെയർ. അതായത് തീവ്രമായിട്ടുള്ള ഒരു പരിചരണം. അതായത് ഇപ്പൊ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇപ്പൊ നമ്മൾ ഇന്ന് പോകുന്നു, പോരുന്നു, ആ ഒരു ട്രീറ്റ്മെന്റ് അവിടെ പൂർണ്ണമാകുന്നു, കംപ്ലീറ്റ് ഓക്കെ ആയി. ദാറ്റ് മീൻസ് അതാണ് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഒരൊറ്റ ഇതുകൊണ്ടോ ഒന്നും ചിലപ്പോ രോഗങ്ങൾ മാറാൻ പോകുന്നില്ല. അപ്പൊ ആൾക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കെയറിങ്ങിന് വേണ്ടി വരുന്നു. കണ്ടോ, അത് കണ്ടിന്യൂഡ് കെയർ ആണ്. ദാറ്റ് മീൻസ് വീണ്ടും അടുത്ത ദിവസം ആ കെയറിങ് കുറച്ചുകൂടി ഇന്റൻസിറ്റിയോടെ, ദാറ്റ് മീൻസ് തീവ്രതയോടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിച്ച് ആളുടെ എന്തൊക്കെയാണ് പ്രശ്നം അതൊക്കെ കൂടി എല്ലാം സമഗ്രമായിട്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തി ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്ത് ചെയ്യുന്നു, ആളുടെ രോഗം എന്താണെന്ന് ട്രാക്ക് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എവിഡൻസുകളോ ഗൈഡുകളോ ഒക്കെ നോക്കി മനസ്സിലാക്കി ആൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫുൾ ട്രീറ്റ്മെന്റ്, ആ ഒരു കോൺസെപ്റ്റ് ആണ് കണ്ടിന്യൂം ഓഫ് കെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? എപ്പിസോഡ് ഓഫ് കെയറും കണ്ടിന്യൂം ഓഫ് കെയറും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടാണ്. ക്ലിയർ ആയോ? കണ്ടിന്യൂം ഓഫ് കെയർ ക്ലിയർ ആയോ? അത് ഒരു ഡെഫിനിഷൻ ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. HIMSS ആണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പേഷ്യന്റ് കെയർ. See, patients records are also kept for providing patient care. നമുക്കറിയാം ഒരു ആൾക്ക് ഓരോ രോഗികൾക്കും വരുമ്പോ അവർക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, അവരെങ്ങനെ കെയർ ചെയ്യണം, ഇതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ. അതായത് ഇപ്പൊ എന്താണ് രോഗം എന്ന് മനസ്സിലാക്കിയാലാണ് ഈ രോഗത്തിന് നമ്മൾ എന്താണ് മരുന്ന് കൊടുക്കണ്ടേ, എന്താണ് ഇയാളുടെ പ്രശ്നം, ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടി പേഷ്യൻസിന്റെ റിപ്പോർട്ട്സ് ഉണ്ടായാലേ പറ്റുള്ളൂ. ഓർത്തിരിക്കാൻ പറ്റുമോ? എല്ലാ പേഷ്യൻസും വരുമ്പോ അവർക്ക് കൊടുക്കുന്നത് ചിലപ്പോ പനിയായിട്ട് വന്നു, ഓക്കെ, ചിലപ്പോ പനി മാത്രമായിരിക്കാം, അത് ആ ഒരു എന്താ പറയാ പർട്ടിക്കുലർ കണ്ടീഷൻ മാത്രമായിരിക്കാം. പക്ഷെ ചില സമയത്ത് പനിയല്ല, അത് ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിന്റെ രോഗലക്ഷണമായിട്ട് പനി വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ പനിയായിട്ടാ വന്നേ, പക്ഷെ നമ്മൾ ഈ മരുന്നൊക്കെ കൊടുത്തു, പക്ഷെ അത് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആയിട്ടില്ല, ആളുടെ രോഗം മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ വി ഹാവ് ടു പ്ലാൻ വാട്ട് ട്രീറ്റ്മെന്റ് ഹാസ് ടു ബി ഗിവൺ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യണോ, എന്താണ് അസുഖം എന്ന് വേറെ കണ്ടെത്താനുള്ള മാർഗം എന്താണ്? വി ഹാവ് ടു പ്ലാൻ, മേക്ക് എ പ്ലാൻ. അല്ലെ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്ലാന് എന്തായാലും വേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അല്ലെങ്കിൽ പേഷ്യൻസ് റെക്കോർഡ്സ് ആണ് ഈ പറയുന്ന പേഷ്യന്റ് കെയർ നേരത്തെ കൂടി പ്ലാൻ ചെയ്യാനും വാട്ട് ട്രീറ്റ്മെന്റ് ഈസ് ടു ബി പ്രൊവൈഡഡ്, എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നൊക്കെ ആ ഒരു രോഗിക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് ആ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ, ഇത് എല്ലാം പ്ലാൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ആവശ്യമുണ്ട്. അപ്പൊ പേഷ്യൻസിനെ കെയർ ചെയ്യാനും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ആൻഡ് ട്രീറ്റ്മെന്റ് ടു ബി കണ്ടിന്യൂഡ്, അത് കണ്ടിന്യൂ ചെയ്യുന്നതൊക്കെ പ്ലാൻ ചെയ്യാൻ പേഷ്യൻസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിസ് ഡോക്യുമെന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു അടിസ്ഥാന ഡോക്യുമെന്റ് ആണ്. അപ്പൊ അത് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സെന്റൻസ് എന്താന്ന്? ഫസ്റ്റ് സെന്റൻസ് കിട്ടിയോ? മനസ്സിലായോ? പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്? ഇറ്റ് ഈസ് ദ ബേസിസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ബേസിസ് ഫോർ പ്ലാനിങ് പേഷ്യന്റ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്.
അതായത് ഒരു ഒറ്റ പ്രാവശ്യം വന്ന് രോഗം വന്ന് ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും അല്ല ആ ട്രീറ്റ്മെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതും ഒക്കെ എങ്ങനെയാണ്, അതെങ്ങനെ കൊടുക്കണം, എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാനുള്ള ബേസിക് ഡോക്യുമെന്റ് ആയിട്ടാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് അതിന്റെ റീസൺ ഫോർ മെയിൻറ്റെയിനിങ് പേഷ്യന്റ് റെക്കോർഡ്സ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പർപ്പസ് തന്നെയാണ് പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതില്ലാണ്ട് നമുക്ക് നത്തിങ് ക്യാൻ ബി ഡൺ, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സോ അവർ മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഓൾസോ പ്രൊവൈഡ് എന്താ പറയാ നല്ല ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസസ് ആണ് ഇന്ന് പോപ്പുലേഷന് വേണ്ടി, അതായത് നമ്മളുടെ ആളുകൾക്ക് പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദേ ഫോക്കസ് ഓൺ കെയറിംഗ് ദ പേഷ്യൻസ്. അതായത് മാക്സിമം കെയർ പേഷ്യൻസിന് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, മാക്സിമം കെയർ കിട്ടിയില്ലെങ്കിൽ 10 ആളോട് അല്ലെങ്കിൽ 2 ആളോട് നമ്മൾ പറഞ്ഞു ആ ഹോസ്പിറ്റലിലേക്ക് വേറെ ആൾക്കാർ വരുമോ? നമ്മളിതൊരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. ഇവിടെ ഓരോ പേഷ്യൻസും കൂടുതൽ നമുക്ക് കിട്ടണം. നമുക്ക് കൂടുതൽ പേഷ്യൻസ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ. തീർച്ചയായിട്ടും ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാൻ നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സിസ്റ്റം ഓൾറെഡി അതിന് വേണ്ടിയിട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെങ്കിൽ പേഷ്യൻസ് റെക്കോർഡ്സ് ആണ് ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഓർ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ പ്രൊവൈഡിങ് ദ കോൺട്രിബ്യൂഷൻ ടു ദാറ്റ് കെയർ. ആ കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ പേഷ്യൻസിന്റെ റെക്കോർഡ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പേഷ്യൻസിന് കൃത്യമായ കെയർ കൊടുക്കാനുള്ള പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ബേസിക് ഡോക്യുമെന്റ് ആണ്. ക്ലിയർ ആയോ? പേഷ്യന്റ് കെയർ എന്നുള്ളത് മനസ്സിലായോ? അതിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് റെക്കോർഡ്സ് പ്രൊവൈഡ് ദ documented basis for planning patient care and treatment for a single episode of care and across the care continuum. ഇത് സിംഗിൾ എപ്പിസോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ടിന്യൂഡ് കെയർ ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കാണുന്നത്. കാരണം ട്രീറ്റ്മെന്റ് കൊടുക്കാനും അതിനെക്കുറിച്ച് നേരത്തെ കൂടി പ്ലാൻ ചെയ്യാനൊക്കെ ഈ റെക്കോർഡ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ലൊരു സെന്റൻസ് ആണ് കേട്ടോ അത്. ആ പേഷ്യന്റ് കെയർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കണ്ടിന്യൂം വരെ. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം തന്നെ ചെയ്യുന്നുണ്ട്. ആരോഗ്യ മേഖല ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡുകൾ കംപ്ലീറ്റ്ലി നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതും അതിന് ഇനീഷ്യേഷൻ ആയിട്ട് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം തന്നെ അതിന് പല കാര്യങ്ങളും എന്താ പറയുക ഇനീഷ്യേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്തത് പേഷ്യന്റ് കെയർ എന്താണെന്നുള്ളതിന്റെ. നെക്സ്റ്റ് വൺ, ഇനി എന്താണ് അടുത്ത പർപ്പസ് എന്താണ്? പേഷ്യന്റിന്റെ റെക്കോർഡ്സിന്റെ മറ്റൊരു ലക്ഷ്യം എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്സ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് മീൻസ് in which the patient, physicians, nurses and also others in the organization or also outside the organization can communicate about the health of the patients or patients needs. അതായത് നമ്മളുടെ രോഗവുമായിട്ട് വരുന്ന പേഷ്യൻസിന് ആ പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് എന്ത് ആവശ്യമായിട്ടുള്ള പേഷ്യന്റ് ആണോ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? അറിയിക്കണം. ആരെ അറിയിക്കണം? അറിയിക്കേണ്ടവരെ അറിയിക്കണം. ദാറ്റ് മീൻസ് ഫിസിഷ്യൻസിന് പിന്നെ ആൾക്ക് ഇന്നതാണ് രോഗം, ഈ രോഗമായിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ ചീത്ത എഴുതുന്നത് തന്നെ ചിലപ്പോഴൊക്കെ നഴ്സസ് ചോദിക്കാറില്ലേ എന്താ അസുഖം, ഏത് ഡോക്ടറെ കാണണം ചോദിക്കാറുണ്ടോ? ഇല്ലേ? അപ്പൊ ആ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർ അങ്ങനെ സജസ്റ്റ് ചെയ്തേ ഇന്ന അപ്പൊ അവിടെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കാണാം. അതായത് ജനറൽ ആയിട്ടുള്ള ഈ പനി സാധാരണ വരുന്ന വല്ലപ്പോഴും വരുന്ന പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫിസിഷ്യനെ കണ്ടാൽ മതി. അപ്പൊ അവർ ചോദിക്കും ഇന്ന ഫിസിഷ്യൻസ് ഒക്കെ ഉണ്ട്, ആരെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നു, അതൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഇൻഫർമേഷൻ ആണ്. അതൊക്കെ അപ്പൊ അവരവിടെ തന്നെ നോട്ട് ചെയ്യും ഇന്ന ആൾക്കാണ്, അപ്പൊ ഇന്ന ഡോക്ടറെ കണ്ടേ, അപ്പൊ അവരവിടെ അത് എഴുതി വയ്ക്കും. എന്നിട്ട് ആളെ ആ ഡോക്ടറിന്റെ റൂമിന്റെ പുറത്താണ് കൊണ്ടുപോയി ഇരുത്താം. അപ്പൊ ഫിസിഷ്യൻസിനെ കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം. നഴ്സസിനെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഹോസ്പിറ്റൽസിലെ മറ്റ് ആളുകളെ ലാബിലോ മറ്റെവിടെയെങ്കിലൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടേക്കൊക്കെ പല ഇൻഫർമേഷൻസ് കൈമാറണം വേണ്ടേ? ഇനി അത് ഹോസ്പിറ്റലിനകത്ത് കൂടാതെ അതിന്റെ പുറത്തേക്കൊക്കെ ഹോസ്പിറ്റലിന്റെ പുറത്ത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസിന് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കാറുണ്ട് അല്ലെ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇല്ലേ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ? അപ്പൊ അതൊക്കെ അവരറിഞ്ഞിട്ടാണ് തരുന്നത്. അപ്പൊ ഇന്ന അസുഖം കൊണ്ട് ഇന്ന ആള് ഇവിടെ ഇത്ര ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് എന്താ പറയാ ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ഒരുപാട് ലോങ് ലീവ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ആബ്സെന്റ് ആകുന്ന സമയത്തൊക്കെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഹോസ്പിറ്റൽസിന്റെ അകത്ത് നിന്ന് ഇതുപോലെ ഡോക്ടേഴ്സ് ആണ് അത് എന്ത് ചെയ്യാ സൈൻ ചെയ്ത് അതിന്റെ വേണ്ട സ്ഥലത്തൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കില്ല.
ഓക്കെ, അപ്പൊ ഇതൊക്കെ റെക്കോർഡുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ ഈ പറയുന്ന കാര്യം ഉണ്ടെങ്കിലാണ്, അല്ലാതെ കാശ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന അസുഖമായിരുന്നു ആ കുട്ടിക്ക്, അതുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്നത്തെ ജോലി ഇതായിരുന്നു, അതുകൊണ്ട് ആൾക്ക് അത് ലീവ് എടുക്കേണ്ടി വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം എന്ത് ഇൻഫോർമേഷൻസ് ആണെങ്കിലും ആ പേഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ച്, പേഷ്യന്റിന്റെ ആവശ്യപ്രകാരമാണ്. കാരണം ഇപ്പൊ ഇവിടെ ഈ ചികിത്സ പറ്റില്ല, ഇയാൾക്ക് നമ്മളിവിടെ കണ്ടിന്യൂ കുറച്ച് ചികിത്സ കൊടുത്തു, പക്ഷെ നമ്മുടെ ചികിത്സ കൊണ്ട് ആളുടെ രോഗം ഭേദമാകുന്നില്ല, ഇതെല്ലാം വീണ്ടും ഇവിടെ തന്നെ ഇട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആൾക്ക് കുറച്ചുകൂടി ബെറ്റർ കെയർ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഫെസിലിറ്റീസ് ഉള്ള മറ്റു ഹോസ്പിറ്റൽസിലേക്ക് ആളെ മാറ്റേണ്ടി വരും. അപ്പൊ അത് വെറുതെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് പേഷ്യന്റിന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്, വേണ്ടേ? അപ്പൊ അതൊക്കെ റെക്കോർഡാണ്. അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇൻഫോർമേഷൻസ് വിച്ച് ആർ റെക്കോർഡഡ് ഇൻ എ പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സിസ്റ്റം ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു സം others, that means physicians and nurses and other staffs and also outside the organization. And organization പുറത്തേക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, എന്ന് വെച്ചാൽ ഇതാ ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനും എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ മതിയാകും. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങേണ്ടത് ഇന്ന രോഗം കൊണ്ടാണ് ആള് വന്നേ, അപ്പൊ ഞങ്ങൾ ഇന്ന മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വാങ്ങോണ്ടല്ല പറയണേ. എന്ത് കൊടുത്തിട്ടുണ്ടോ അതവിടെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ്സിൽ വേണം എന്നുള്ളതാണ്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. About the patient needs, patient records are an important means by which physicians, nurses and others, whether in a single organization or across the organization, can communicate with one another about the patient needs. പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റുള്ളവരും തമ്മിലോ അത് അല്ല എങ്കിൽ മറ്റ് ഓർഗനൈസേഷൻ, മറ്റ് ഹോസ്പിറ്റൽസിലേക്കോ പല കാര്യങ്ങളും പേഷ്യൻസിനെ കുറിച്ച് അറിയിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടിയാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ്. സോ അതിനു വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയുള്ള റെക്കോർഡ്സ് വൈൽ ദേ ആർ പ്രിപ്പയറിംഗ്, ദേ ഡീൽ വിത്ത് ഈ പേഷ്യൻസിനെ ഡിഫറെന്റ് ടൈംസിൽ നമ്മള് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല സമയങ്ങളിലായിട്ട് ഈ പേഷ്യൻസുമായിട്ട് അവര് എന്ത് ചെയ്യാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഒരു ദിവസത്തിലായിരിക്കാം, ചിലപ്പോ വീക്കിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്ത്ലിയോ ഇയർലിയോ ഒക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവര് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തു. എങ്ങനെയുണ്ട് അസുഖം, എങ്ങനെയുണ്ട്. അപ്പൊ ഡെയിലിയും ചെയ്യുന്നുണ്ട്, അതുപോലെ വീക്കിലിയും ഈ പറയുന്ന ഇൻഫോർമേഷൻസ് പേഷ്യൻസിൽ നിന്നും ഇന്ററാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതൊക്കെ ഹെൽത്ത് കെയർ ടീം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. അതെന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലരുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ റെക്കോർഡ്സ് ഒക്കെ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഓൾസോ ടു കണ്ടിന്യൂ ദ കെയർ കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് നില പിടിച്ചിരിക്കാനല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഫോർ വേരിയസ്, അതായത് പല സ്ഥലത്തുനിന്ന് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്ന, ലാബിൽ നിന്ന് കിട്ടുന്നതുണ്ട്, എന്താ പറയാ ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെക്കോർഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആരൊക്കെയാണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് എല്ലാവരും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റെക്കോർഡുകളൊക്കെ ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്, ആർക്കാണോ അത് ഷെയർ ചെയ്യേണ്ടത് അവരിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആൻഡ് ഓൾസോ സംടൈംസ് ദ പേഷ്യന്റ് themselves have to access their record. ചില സമയത്ത് പേഷ്യൻസ് തന്നെ ഞങ്ങളുടെ റെക്കോർഡ്സ് ഞങ്ങൾക്കൊന്ന് കാണണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കെയർ തന്നെ ചിലപ്പോ അവരും ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോ ചിലരൊക്കെ കുറച്ച് റെക്കോർഡ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാകുന്നവരൊക്കെ ഉണ്ടെങ്കിലേ, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സിനും രോഗങ്ങളൊക്കെ വരാം, ചിലപ്പോ അവർക്കൊക്കെ അറിയാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും വന്നു, അവര് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ ചിലപ്പോ അവര് റിക്കവർ ഒക്കെ ചെയ്ത് കഴിയുമ്പോ അവർക്ക് ഒന്ന് തോന്നും എന്തൊക്കെയാണ് എനിക്ക് ചെയ്ത ട്രീറ്റ്മെന്റ്, എന്തൊക്കെ മരുന്നാണ് ഞാൻ കഴിച്ചതോ അല്ലെങ്കിൽ എനിക്ക് തന്നതോ ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ ദേ ഓൾസോ ആർ ഇൻ നീഡ് ടു ആക്സസ് ദെയർ റെക്കോർഡ്സ്. അവരുടെ റെക്കോർഡ്സ് കാണാനും അത് വെരിഫൈ ചെയ്യാനൊക്കെ അവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നാണ്. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ ഈ റെക്കോർഡ്സിനകത്ത് ഉണ്ടാവും, അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അത് കാണുക എന്നുള്ളത് ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അവർക്കും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നഴ്സസിനും ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒക്കെ ഹോസ്പിറ്റലിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് കൂടാതെ ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ആളുകൾക്ക്, മീൻസ് പുറത്തേക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിക്കൽ കോളേജസിലേക്കോ ഒക്കെ റെഫർ ചെയ്യുമ്പോൾ അങ്ങനെയും അവിടേക്കും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയും, മാത്രമല്ല പേഷ്യൻസിന് സ്വന്തമായിട്ട് തങ്ങളുടെ റെക്കോർഡുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയും
എല്ലാം എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റലില് പേഷ്യൻസ് റെക്കോർഡ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊരു വിനിമയ അല്ലെ കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ മാധ്യമമാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പോ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തതാണ്. അവിടെ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോട്ട് ദാറ്റ് പേഷ്യൻസ് ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ആക്സസ് ദെയർ റെക്കോർഡ്. പേഷ്യൻസിനും തങ്ങളുടെ റെക്കോർഡുകൾ എന്താ പറയാ നോക്കാനോ പരിശോധിക്കാനോ ഉള്ള അവകാശമുണ്ട്. ആൻഡ് ദെയർ എൻഗേജ്മെന്റ് ഇൻ ദെയർ ഓൺ കെയർ ഈസ് ഓഫൻ റിഫ്ലക്റ്റഡ് ഇൻ ടുഡേയ്സ് റെക്കോർഡ്സ്. അതൊക്കെ ഈ റെക്കോർഡ്സിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്താൽ അവർക്കും അത് സ്വീകരിക്കാൻ നോക്കാനും അത് ആക്സസ് ചെയ്യാനുള്ള അവകാശം. കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഏതൊക്കെ പഠിച്ച എപ്പിസോഡ് ഓഫ് കെയറിന് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിക്കണം. ഒരു പ്രത്യേക അസുഖം അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമില് പേഷ്യൻസിന് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സർവീസ് ആണ് കൊടുത്തത് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ആ ഒരു എപ്പിസോഡ് ഓഫ് കെയർ നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. കണ്ടിന്യൂം ഓഫ് കെയർ, ദാറ്റ് മീൻസ് ഒരു ദിവസത്തെ അല്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന കെയറുകൾക്ക് ഉള്ള ആ കെയറൊക്കെ എല്ലാം കൂടി സമഗ്രമായിട്ട് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് എടുത്ത് ആ ഫുൾ സർവീസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതെല്ലാം ചേർന്ന ഒരു കോൺസെപ്റ്റ് ആണ് കണ്ടിന്യൂം ഓഫ് കെയർ എന്ന് പറയുന്നത്. പിന്നെ പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, അത് ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഒരു പേഷ്യന്റ് റെക്കോർഡ്സ് ആണ് ഒരു ഡോക്യുമെന്റ് ബേസിസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. And the next one, communication purpose relating communication within the hospital and also outside the hospital, and most importantly the patients themselves have to access their records. അവിടെ ഹോസ്പിറ്റലിന് അകത്തുള്ളവർക്കും ഹോസ്പിറ്റലിന്റെ പുറത്തുള്ളവർക്കും പേഷ്യൻസിന് തന്നെയും ആക്സസ് ചെയ്യാൻ വേണ്ടി പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. പറഞ്ഞത് ഇത്രയും മനസ്സിലായോ? 4 നമ്മൾ പറഞ്ഞത്. 4 സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? Yes. Next one. അടുത്തത് എന്താണ്? ലീഗൽ ഡോക്യുമെന്റേഷൻ. അത് വളരെ സിമ്പിൾ ആണ്. എന്താ കാരണം? ലീഗൽ പർപ്പസിന് വേണ്ടി നമുക്കറിയാം ചില അസുഖങ്ങൾക്കൊക്കെ നമ്മള് എന്താ പറയാ രോഗങ്ങൾക്ക് വന്നു കഴിയുമ്പോ ഹോസ്പിറ്റലിൽ പോകുന്നു. ചില ആൾക്കാർ പറയില്ലേ, നമ്മൾ പല വാർത്തകൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഒരു കുഴപ്പമില്ലാതെ പോയ ആളാണ്, നടന്നൊക്കെ പോയാണെന്ന് വലിയ ഹാപ്പി ആയിട്ട്, പക്ഷെ സംതിങ് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ആള് തിരിച്ചു വന്നില്ല. നമ്മള് പറയും വലിയ കുഴപ്പമില്ലാണ്ട് ഒരു കുഴപ്പമില്ലാതെ പോയത്. എന്ന് വെച്ചാൽ ഇപ്പൊ ചിലപ്പോൾ ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങള് അല്ലെ, പോയിപ്പോ വളരെ ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നവും അത്രയും നാളുകള് ഇപ്പൊ ഡെലിവറി എന്ന് പറയുമ്പോ ഒരു 9 months 9 days അങ്ങനെ എന്താണ്ട് ഒരു കണക്കുണ്ടല്ലോ, 9 മാസം 9 ദിവസം 9 നാഴിക അങ്ങനെയൊക്കെ ആ ഒരു പർട്ടിക്കുലർ ടൈം, അത്രയും നാള് നമ്മൾ ഈ ക്യാരിങ്ങിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു, ഹോസ്പിറ്റലൈസ്ഡ് ആയി ഡെലിവറി ടൈം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആള് തിരിച്ചു വന്നില്ല, ചിലപ്പോ അമ്മയ്ക്കോ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് പുറത്തു നിൽക്കുന്നവര് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് അവരുടെ സ്വന്തക്കാരൊക്കെ അവര് സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ചേട്ടും വെച്ചേക്കൂല അല്ലെ, അവർക്ക് ദേഷ്യം കയറും. എന്താണ് അത്രയും വരെ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ സർജറി വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന ആളാണ്, പക്ഷെ ഇന്ന സാധനത്തിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്ത പോലെ സർജറി നടത്തി കഴിയുമ്പോൾ ആള് ഫുള്ളി എന്താ പറയാ ബെഡ് റിഡൻ ആയിപ്പോയി, എന്ന് വെച്ചാൽ കൊമ സ്റ്റേജിൽ പോയി, ആള് പനക്കില്ല, അതില്ല ഇങ്ങനെയില്ല, ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിലപ്പോ നമുക്ക് അന്വേഷിച്ച് എല്ലാത്തിനും ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, എന്താണ് അത് അവിടെ ഹോസ്പിറ്റൽക്കാരുടെ ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ കൈപ്പിഴയാണോ, അല്ലെങ്കിൽ ആൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും തരത്തില് ഈ രോഗിക്ക് എന്തെങ്കിലും, മനുഷ്യന്മാരുടെ അവസ്ഥയാണ്, പെട്ടെന്നൊക്കെ എന്തെങ്കിലും നമ്മളുടെ കണ്ടീഷനിൽ മാറ്റങ്ങൾ വരാം, അങ്ങനെയാണോ? ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ എന്താ പറയാ ഒരു പ്രൂഫ്, ഒരു തെളിവില്ലാതെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചില സാഹചര്യത്തിൽ വരാറുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽസില് ഇത്തരം റെക്കോർഡ്സ് വെൻ ദേ ആർ കീപ്പിംഗ് എല്ലാ റെക്കോർഡുകളും അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, പേഷ്യൻസിന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ വാട്ട് എവർ ഇറ്റ് മേ ബി അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എവിഡൻസ്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൂഫാണ്, ഒരു എന്താ പറയാ എവിഡൻസ് ആണ്. തീർച്ചയായിട്ടും അതുപോലെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആൾക്കാർ എന്ത് ചെയ്യും,
കേസ് കൊടുക്കും ഹോസ്പിറ്റൽസിനെതിരെ. കേട്ടിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടംപോലെ അങ്ങനത്തെ നമ്മളെ എക്സ്പീരിയൻസ്, നമ്മളുടെ എല്ലാം നമുക്ക് കേൾവിയുള്ള നമ്മുടെ അടുത്തുള്ളവർക്ക് തന്നെ സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു ഫയല് സ്യൂട്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ കേസ് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് അന്വേഷണങ്ങളൊക്കെ പോകേണ്ടി വരും. അപ്പൊ ഈ അന്വേഷണങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രൂഫ് വേണം, എവിഡൻസ് വേണം ഇത് ഇങ്ങനെ നിരത്താനായിട്ട്. അപ്പൊ അതിന് ഒരു എന്താ പറയാ ഡോക്യുമെന്റുകളാണ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലീഗൽ ഡോക്യുമെന്റുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലീഗലി തന്നെ സൂക്ഷിച്ചു വെക്കണം. പെട്ടെന്നൊന്നും ചില ഡോക്യുമെന്റ് ഒന്നും അങ്ങനെ നശിപ്പിച്ചു കളയാനോ, ഇതൊക്കെ ഒരുപാട് പഴയതാണ് അല്ലെ, കഴിഞ്ഞ വർഷത്തെ ആണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാനോ മാറ്റിക്കളയാനോ പറ്റില്ല. ഇന്നത്തെ കാലത്തൊന്നും ആലോചിച്ച് നോക്കിയേ, ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ഇത്ര വർഷം മുമ്പ് കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ ഇപ്പോഴാണ് ചില ആൾക്കാർ കുത്തിപ്പൊക്കി വരുന്നത്. അന്നത്തെ ആ ഒരു മരണം അത് എന്താ പറയാ സ്വാഭാവിക മരണമല്ല, ഞങ്ങൾ സംശയം അത് എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, ഒരുപാട് കുറെ പഴയ ആളുകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അങ്ങനെ ചില ആൾക്കാർ കുത്തിപ്പൊക്കി വരാറുണ്ട്. അപ്പൊ ലീഗൽ ഡോക്യുമെന്റ്സ് ഹാവ് ടു ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. എത്രത്തോളം കാലം വയ്ക്കാൻ പറ്റുമോ അത്രയും കാലം. മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ് വേറെ നമ്മളുടെ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്ര കാലഘട്ടം വരെയൊക്കെ സൂക്ഷിക്കണമെന്നുണ്ട്. അപ്പൊ അതൊരു പ്രൈമറി എവിഡൻസ് ആണ്. മറ്റെന്തിനേക്കാളും എന്തൊക്കെയാണോ ആൾക്ക് ചെയ്തത്, എന്ത് മരുന്ന് കൊടുത്തു, അപ്പൊ ചിലപ്പോ പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു, ഒരു കുഴപ്പമില്ലാതിരുന്ന ആള്, അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും എന്ത് ട്രീറ്റ്മെന്റ് എന്തിനോട് കൊടുത്തേ, എന്താണ് ആൾക്ക് സംഭവിച്ചത്, ഞങ്ങൾക്ക് അറിയണം. കേസ് കൊടുക്കുന്നു, അതായി ഇതായി. ഡോക്ടേഴ്സിന് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നല്ലൊരു എവിഡൻസ് വേണം. ഞങ്ങൾ ഇതൊക്കെയാ കൊടുത്തത്, ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല ഈ ഒരു അബദ്ധങ്ങൾ വന്നിരിക്കുന്നത്. പേഷ്യന്റിന്റെ നില വഷളാക്കാൻ അധികം നേരം വേണ്ട, മനുഷ്യന്മാരാണ് അല്ലെ, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. സോ അതൊക്കെ അത് ആണെങ്കിൽ നമുക്ക് പ്രൂഫ് വേണം. പക്ഷെ ആ പ്രൂഫ് ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന്റെ റെക്കോർഡാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആ എവിഡൻസ് കൃത്യമായി സൂക്ഷിക്കണം എന്നാണ്. ഒരു പഴയ പഴഞ്ചൊല്ല് ഇതിനകത്ത് ഇവിടെ ചേർക്കുന്നുണ്ട്. അൺഡിനയബിളി ട്രൂ അഡേജ്. അഡേജ് മീൻസ് പ്രോവർബ്, പഴഞ്ചൊല്ല്. ഒരു പഴഞ്ചൊല്ല് പറയാണ് ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സിനെ സംബന്ധിക്കുന്ന അവരുടെ ലീഗൽ ഡോക്യുമെന്റുകൾ, നിയമപരമായിട്ട് സൂക്ഷിക്കേണ്ട ചില ഡോക്യുമെന്റുകൾ ഉണ്ട്. അതിനെ സംബന്ധിക്കുന്ന ഒരു പഴഞ്ചൊല്ല് ഇവിടെ പറയുന്നുണ്ട്. ഇഫ് ഇറ്റ് വാസ് നോട്ട് ഡോക്യുമെന്റഡ് ഇറ്റ് വാസ് നോട്ട് ഡൺ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു രോഗിക്ക് എന്തെങ്കിലും വന്നു, ആള് മരിച്ചുപോയി, എന്നിട്ട് ഡോക്ടർ പറയുന്നില്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇന്ന മരുന്ന് കൊടുത്തിട്ടുണ്ട്, നേരത്തെ കൊണ്ട് പറയാണ്, കൊടുത്തതാണെങ്കിൽ ഡോക്യുമെന്റ് വേണം, അതിന് എവിഡൻസ് വേണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡോക്യുമെന്റഡ്, ഇല്ല ഈ ഒരു സാധനം ഡോക്യുമെന്റിൽ കാണാനില്ല, ഇങ്ങനെ ഒരു മരുന്ന് കൊടുത്തു, രോഗിയെ കൊണ്ടുവന്നു, പെട്ടെന്ന് നിങ്ങളുടെ അനാസ്ഥയാണ് ആള് മരിച്ചത്, നിങ്ങൾ കൊടുക്കേണ്ട ഇന്ന മരുന്ന് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തില്ല, നിങ്ങൾ ചെയ്തതിന്റെ നിങ്ങളുടെ കെയർലെസ് ആണ് ഈ ഒരു രോഗിയുടെ മരണത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കത്തിക്കേറും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോക്യുമെന്റ് കാണിക്കണം, ഇന്നത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു, റൈറ്റ് ടൈമിൽ ഞങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എങ്കിലും അത് രോഗിയിൽ പ്രതിഫലിച്ചില്ല. അത് നമുക്ക് പറയണമെങ്കിൽ ഷുഡ് ബി ഡോക്യുമെന്റ്. അത് കാണിക്കാനുള്ള തെളിവ് ഒരു ഡോക്യുമെന്റ് ആയിട്ട് വേണം. അതുകൊണ്ടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ അതാണ് പറയുന്നത് ഒരു പ്രൊവർബ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇറ്റ് വാസ് നോട്ട് ഡൺ. അത് ചെയ്തിട്ടില്ല എന്നാണ് ഡോക്യുമെന്റിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം. ക്ലിയർ ആയോ? ലീഗൽ ഡോക്യുമെന്റേഷൻസ് അത് അങ്ങനെ തന്നെ കാലങ്ങൾ വരെയൊക്കെ സൂക്ഷിക്കേണ്ടി വരും, ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ വരെ. പിന്നീട് കുറെ നാളുകൾ കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ പൊക്കിക്കൊണ്ടുവരുമ്പോ അത് ഞങ്ങളുടെ അപാകതയാണ്, നിങ്ങളുടെ വശത്തുനിന്നുണ്ടായ പോരായ്മയാണ് എന്നൊക്കെ പറഞ്ഞേക്ക് വരുവേ. തെളിവായിട്ട് ഇന്ന മരുന്ന് കൊടുത്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പെട്ടെന്ന് പേഷ്യന്റിന്റെ നില വഷളായി, അത് ഇങ്ങനെയൊക്കെ പോയി, അതൊക്കെ എഴുതി വെക്കണം, അവിടെ ഡോക്യുമെന്റ് ആയിട്ട് തയ്യാറാക്കി വെക്കണം. എന്നാലേ ഇത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ലീഗൽ ഡോക്യുമെന്റേഷൻ മനസ്സിലായ? ഓക്കെ. പേഷ്യൻസ് ആ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ആ ഒരു പ്രോവർബ് കൊടുക്കുന്നില്ലേ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത കേട്ടോ. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതില് ഫുൾ അണ്ടർലൈൻ ചെയ്യേണ്ട രണ്ടാമത്തെ സെന്റൻസ്, ഇൻ ദ ഇവന്റ് ഓഫ് ലോസ്യൂട്ട് ഓർ അതർ legal action involving patient care, the record becomes primary evidence. Patient record ആണ് പ്രാഥമിക തെളിവായിട്ട് മുന്നിൽ ഉണ്ടാകുക. ഏതെങ്കിലും തരത്തില് ലോ സ്യൂട്ടോ കേസോ അല്ലെങ്കിൽ മറ്റ് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസോ വരുമ്പോ പേഷ്യൻസിന്റെ റെക്കോർഡാണ് എന്താകുന്നത്? ഒരു പ്രൈമറി എവിഡൻസ്, പ്രാഥമികമായിട്ടുള്ള തെളിവായി മാറുന്നത്. ആ സെന്റൻസിന്റെ അത്രയും വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ബാക്കി ഭാഗം വേണ്ട.
പിന്നെ ആ ഒരു പ്രോവർബും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ലീഗൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പ്രോവർബാണ്. എത്രത്തോളം നിയമപരമായിട്ടുള്ള പ്രാധാന്യം പേഷ്യന്റിന്റെ റെക്കോർഡിന് ഉണ്ട് എന്ന് വെച്ചിട്ട് അത് ഉപയോഗിച്ച് ഒരു പ്രോവർബ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി എന്ത് പർപ്പസിനാണ് നമ്മൾ പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത്? പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതിന്റെ പർപ്പസുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലീഗൽ ഡോക്യുമെന്റേഷനും പേഷ്യന്റിന്റെ റെക്കോർഡ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റെക്കോർഡ് ഇല്ല എങ്കിൽ കൊടുത്തിട്ടില്ല, അവിടെ ആ പേഷ്യന്റിന് ആ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. അല്ല ഞാൻ പറയണല്ലേ വാങ്ങുകൊണ്ട് ഇതൊക്കെ ചെയ്തതാണ് നിങ്ങൾ പിന്നെ എന്താ സംഭവിക്കുക, ഒന്നും നടക്കൂല അവിടെ. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഡോക്യുമെന്റിൽ എഴുതിയില്ല, സോ അത് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആലോചിക്കണം. അവര് ഹോസ്പിറ്റൽസ് അതൊക്കെ കെയർ ചെയ്തിട്ടാണ് അത് ചെയ്യുക. നെക്സ്റ്റ് വൺ ക്വാളിറ്റി ആൻഡ് റിസർച്ച് മാനേജ്മെന്റ്. ഇനി കൊടുക്കുന്ന പേഷ്യൻസിന് നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ റെക്കോർഡുകൾ ഇനിയും നമ്മളെ സഹായിക്കുന്നത്, ഹോസ്പിറ്റൽസിനെ സഹായിക്കുന്നത് ടു മോണിറ്റർ ആൻഡ് ഓൾസോ ടു അസസ് ദ സർവീസസ്, ക്വാളിറ്റി ഓഫ് ദി സർവീസസ് പ്രൊവൈഡഡ്. അവർ കൊടുക്കുന്ന സേവനം, അവർ കൊടുക്കുന്ന കെയറിങ് എത്രത്തോളം ഉണ്ട്, നല്ലതാണോ, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണോ, കണ്ടോ? ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ ആ റിസർച്ച് നടത്തണം. അപ്പൊ റിസർച്ച് നടത്തുന്നത് എവിടെന്നാ? പേഷ്യൻസിന്റെ റെക്കോർഡിൽ നിന്ന്. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ നോക്കി അവരുടെ വിലയിരുത്തലുകൾ നടത്തി ആ റെക്കോർഡ്സിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ ഡാറ്റാസ്, അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് അനലൈസ് ചെയ്തു, വിശകലനം ചെയ്തു, പഠനങ്ങൾ നടത്തി. ഇനി പറ്റൂല, ഈ ഒരു മേഖല, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കെയറിങ് കുറച്ചുകൂടി കൊടുക്കാനുണ്ട്, അടുത്ത സർവീസ് അത്ര അങ്ങോട്ട് നന്നായിട്ടില്ല എന്നൊക്കെ നമുക്ക് വിലയിരുത്തണമെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡ് വേണ്ടേ? റിസർച്ച് പർപ്പസിന് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് പർപ്പസിനും പേഷ്യൻസിന്റെ റെക്കോർഡ്സ് വളരെ നല്ല രീതിയിലുള്ള ഒരു സോഴ്സ് ഡോക്യുമെന്റുകളാണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻസ്. പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്കുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഈ ഇൻഫോർമേഷൻസിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് ക്വാളിറ്റി മാനേജ്മെന്റിനും റിസർച്ച് സ്റ്റഡീസിനും ഒക്കെ ഇവരെ സഹായിക്കും. റിസർച്ച് എന്ന് പറയുന്നത് സാധാരണ മെഡിക്കൽ സെന്റേഴ്സിലൊക്കെയാണ് റിസർച്ച് ഒക്കെ നടത്തുക. പക്ഷെ ഓൾസോ നവഡേയ്സ് ഇപ്പൊ പല ഹോസ്പിറ്റൽസും എന്താ പറയാ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നടത്താറുണ്ട്. സാധാ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ സെന്റേഴ്സും ആണ് പണ്ടൊക്കെ റിസർച്ച്, അതായത് മെഡിസിൻസിനെ സംബന്ധിക്കുന്ന റിസർച്ച്, ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന റിസർച്ച് ഒക്കെ നടത്തുന്നത് മെഡിക്കൽ കോളേജസ്, മെഡിക്കൽ സെന്റേഴ്സ് ഒക്കെ ആയിരുന്നു അത് പണ്ട്. പക്ഷെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻസും അവരുടെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റിസർച്ച് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. മെഡിസിൻസിനെ സംബന്ധിക്കുന്ന റിസർച്ച് നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം ഓരോരുത്തരും അവരവരുടെ ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ആയി അഡ്വാൻസ്ഡ് ആയി കാണാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ? അപ്പൊ അത് എല്ലാവരും ഇന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. യെസ്, അണ്ടർലൈൻ ചെയ്യണം. മനസ്സിലായില്ലേ ആ പോയിന്റ്? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് റെക്കോർഡ്സ് ആർ യൂസ്ഡ് ഇൻ മെനി ഫെസിലിറ്റീസ് ഫോർ റിസർച്ച് പർപ്പസസ് ആൻഡ് ഫോർ മോണിറ്ററിംഗ് ദ ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. And last sentence കൂടി അണ്ടർലൈൻ ചെയ്യാം. Although research is most prevalent in large academic medical centers, വലിയ വലിയ മെഡിക്കൽ സെന്റേഴ്സ്, അക്കാഡമിക് എന്ന് പറയാൻ കാരണം എന്താ, ഇപ്പൊ എന്താ പറയാ മെഡിക്കൽ സെന്റേഴ്സിലും മെഡിക്കൽ കോളേജസിലൊക്കെയാണല്ലോ കുട്ടികൾ പഠിക്കുക, ഡോക്ടേഴ്സ് ആകാൻ, അതുപോലെ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെയാണ് സാധാരണ റിസർച്ചസ് നടത്താറ്. സ്റ്റഡീസ് ആർ കണ്ടക്ടഡ് ഇൻ അതർ. അതുകൂടാതെ നമ്മുടെ മറ്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും ഇന്ന് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, അതും അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് എന്താ? പേഷ്യൻസ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിന്റെ മറ്റൊരു പർപ്പസ് ആണ് ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ്. സി ഫോർ ബില്ലിംഗ് പർപ്പസ് ഓൾസോ പേഷ്യൻസ് റെക്കോർഡ്സ് ആർ യൂസ്ഡ്, അല്ലെ? നമ്മുടെ പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അവര് എന്താ പറയാ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ബില്ലിംഗ് പർപ്പസ് എന്ന് വെച്ചാൽ കാശ് കൊടുക്കണം. ഈ കാശ് കൊടുക്കുന്നതൊക്കെ അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ടാണ് എല്ലാ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ, ഇന്ന കുറെ മെഡിസിൻ വാങ്ങിക്കാൻ പറഞ്ഞു, ഇന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു, അതിലേക്ക് പേയ്മെന്റ് അപ്പൊ കൊടുത്താൽ വാങ്ങിക്കണേ. പക്ഷെ എന്നാൽ എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം, അതെല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്ന എല്ലാം ബിൽ പേയ്മെന്റുകളൊക്കെ ക്ലിയർ ആണ് എന്നുള്ളതൊക്കെ അറിയണം.
Sometimes the patient's bill are paid by the insurance company or third party, അല്ലെ? ചിലപ്പോഴൊക്കെ ഇവരുടെ പേഷ്യൻസിന്റെ ബില്ല് അടയ്ക്കുന്നത് ആരായിരിക്കും? ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കുന്നവരുടെ ബില്ല് ആരടയ്ക്കണേ? കമ്പനി അടയ്ക്കുന്നത്, അല്ലെ? ഇൻഷുറൻസ് കമ്പനിയാണ്, അല്ലെ? മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ളവരുണ്ട് അവിടെ. മെഡിക്ലെയിം ഇൻഷുറൻസുകൾ കിട്ടാറുള്ളൂ. അതെ. അപ്പൊ നമ്മളല്ല പൈസ അടയ്ക്കുക, അല്ലെ? ആരടയ്ക്കും? കമ്പനി അടയ്ക്കും. അപ്പൊ കമ്പനി അടയ്ക്കുന്നത് വെറുതെ ഞാൻ പറയാണ്, ഞാൻ എല്ലാ ഹോസ്പിറ്റലിൽ കിടന്നുണ്ട്, 1,00,000 രൂപ ചെലവായിട്ടുണ്ട്, ഇൻഷുറൻസ് കമ്പനിയോട് കത്തയച്ച് അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്തിട്ട് 1,00,000 രൂപ തന്നെ ഞാൻ ആ ബില്ല് അടയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ തരുമോ? തരില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലേ തരുള്ളൂ? എന്തിന്റെ ബേസിസിലായിരിക്കും അവർ കൊടുക്കുക? തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ റെക്കോർഡുകള്, പേഷ്യൻസിന് എന്തൊക്കെ തരത്തിലുള്ള ബിൽ പേയ്മെന്റുകൾ ഉണ്ടോ അതിന്റെ ഒക്കെ ഡോക്യുമെന്റ്, എന്തൊക്കെ അവർക്ക് വേണ്ടി ചെലവായിട്ടുണ്ടോ അതിനൊക്കെ ബില്ല് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ എവിഡൻസ് ഉണ്ട്. ആ ബില്ലുകളെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്താൽ, പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി അതിന്റെ അക്കോർഡൻസിൽ പേയ്മെന്റുകൾ കമ്പനി ഹോസ്പിറ്റൽസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെഡിക്ലെയിം ഇൻഷുറൻസ് പേയ്മെന്റ് ഒക്കെ നടത്തുന്ന കമ്പനിക്കായിക്കോട്ടെ, പേഷ്യൻസിന്റെ പേയ്മെന്റ് സാധാരണ സ്വന്തമായിട്ട് അവർ കൊടുക്കുന്നതായിക്കോട്ടെ, all these things are bills are settled according to the patient's records. അതായത് പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ നോക്കി അവിടുത്തെ ഡോക്യുമെന്റേഷൻ അനുസരിച്ചായിട്ടായിരിക്കും ബില്ലിംഗ് സർവീസുകളൊക്കെ വെരിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇൻഷുറൻസ് കമ്പനി ആയിക്കോട്ടെ, തേർഡ് പാർട്ടീസ് ആയിക്കോട്ടെ, ആരാണ് കൊടുക്കുന്നത്, ആര് കൊടുത്തതായാലും ഡോക്യുമെന്റിന്റെ ബേസിസിൽ തന്നെ കൊടുക്കുള്ളൂ. പിന്നെ നമ്മുടെ ചില പ്രോഗ്രാമുകളുണ്ട്, മെഡിക്കെയർ, മെഡിക്കെയ്ഡ്. ഈ മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസുകൾ. മെഡിക്കെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം തന്നെയാണ്, നമ്മുടെ നാട്ടിലല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയാണ്. അത് വളരെ ലോ ഇൻകം ഫാമിലിയിലുള്ള കൊടുക്കുന്ന ഒരു ഹെൽത്ത് പോളിസിയാണ്. മനസ്സിലായോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവിടെ ഉള്ള ഏറ്റവും എന്താ പറയാ ലോ ഇൻകം ആയിട്ടുള്ള വളരെ വരുമാനം കുറഞ്ഞ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഫാമിലിക്ക് അവരുടെ ഹെൽത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ്, അതാണ് മെഡിക്കെയ്ഡ്. അപ്പൊ ഏതായിക്കോട്ടെ, രണ്ടും ഒന്ന് തന്നെ, പർപ്പസ് ഒന്നാണ്, രണ്ടും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവര് എല്ലാവരും തന്നെ യൂസ് ദ പേഷ്യൻസ് റെക്കോർഡ്സ് ടു കൺഫേം ദ അക്യുറസി ഓഫ് ക്ലെയിംസ് ഫയൽ. ഈ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ ക്ലെയിം ചെയ്യുമ്പോൾ ആ ക്ലെയിം കറക്റ്റ് ആണോ അല്ലേ എന്നറിയണ്ടേ, അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നത്. ഞാൻ പറയുകയാണത് ഇത്ര രൂപ ചെലവായിട്ടുണ്ട്, അത് ആണ് ശരി, സമ്മതിച്ചു, ആയിട്ടുണ്ട്, പക്ഷെ വി ഹാവ് ടു ചെക്ക് ദ ഡോക്യുമെന്റ്സ്. തീർച്ചയായിട്ടും അതിന്റെ ഡോക്യുമെന്റ്, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ അവർ ചെക്ക് ചെയ്യും. എന്നാലാണ് അവർക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ശരി ക്ലെയിം ചെയ്തിരുന്നത് ശരിയാണ്. എന്നാൽ ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില ഫ്രോഡായിട്ടൊക്കെ ക്ലെയിം ചെയ്യാറുണ്ട്, ഇത്രയാണ് ഞങ്ങൾക്ക് ചെലവായെന്നൊക്കെ പറഞ്ഞ ഫ്രോഡ് ക്ലെയിമിംഗ് ഒക്കെ വരും. പക്ഷെ അതൊക്കെ പണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നും നടപ്പിലാവൂല. കാരണം ഇൻഷുറൻസ് കമ്പനി, തേർഡ് പാർട്ടീസ് ഒക്കെ ഇതെല്ലാം ക്ലെയിം ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒക്കെ ശരിയാണോ എന്ന് അവരുടെ ഡോക്യുമെന്റ് സഹിതം കിട്ടിയാൽ മാത്രമേ ആ ഒരു ക്ലെയിം ഒക്കെ അവര് എന്ത് ചെയ്യുള്ളൂ, ആളുകൾക്ക് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ പേയ്മെന്റ് നടത്തുള്ളൂ. അല്ലാത്തതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഫ്രോഡ് ആണോ അല്ലേ എന്നൊക്കെ, എത്രത്തോളം സത്യസന്ധമായിട്ടാണ് അത് ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്താനാണ്. അപ്പൊ സോ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആണ്. ക്ലിയർ ആയോ? ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ് ക്ലിയർ ആയോ? പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൊണ്ടുള്ള ഗുണങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡ് ഓഫ് കെയർ, കണ്ടിന്യൂം ഓഫ് കെയർ, കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ഡോക്യുമെന്റേഷൻ, പിന്നെ റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്, ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ്, അല്ലെ? ഇതൊക്കെ പിന്നെ പേഷ്യന്റ് കെയർ കൊടുക്കുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേഷ്യൻസ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇതിന് കുറച്ച് കൂടുതൽ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വേണം, സെക്കൻഡ് സെന്റൻസ് വേണം, തോന്നുന്ന പാരഗ്രാഫ് ഫുള്ള് വേണം. ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ് ഫുൾ ഒന്ന് ബ്രാക്കറ്റ് ഇട്ടാലും മതി. അണ്ടർലൈൻ ചെയ്യുന്നത് നിർബന്ധമില്ല. വായിച്ചു നോക്കാമോ? അത് എല്ലാ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായോ നോക്കുക. എല്ലാരും അണ്ടർലൈൻ ചെയ്യാണല്ലോ, അതുകൊണ്ട് ഒന്ന് മൊത്തം വായിച്ചു നോക്കിയേ. അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസുകളുടെ മീനിങ് ഞാൻ വീണ്ടും രണ്ടാമതൊന്നുകൂടി പറയാറുണ്ട്. ഇതിലേതെങ്കിലും മീനിങ് പറയണോ എന്നൊന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി.
വായിച്ചോ? ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, പോപ്പുലേഷൻ ഹെൽത്ത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ എല്ലാം കൂടി ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞതാ. സോ പേഷ്യൻസ് റെക്കോർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതായത് പല ഹോസ്പിറ്റൽസിലും പല രീതിയിലുള്ള പേഷ്യൻസിന്റെ രോഗങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. പേഷ്യൻസിന്റെ ഹെൽത്തുമായിട്ട്, അതായത് നമ്മുടെ പോപ്പുലേഷന്റെ ഹെൽത്ത്. ഇപ്പൊ കുറെ ആൾക്കാർ രോഗവുമായിട്ട് വരുന്നു. അപ്പൊ ആ രോഗങ്ങളുടെ വിവരങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പൊ ചില രോഗങ്ങൾ അങ്ങനെ നമ്മളുടെ എന്താ പറയാ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പൊ അതെന്താണ് ഒന്ന് മനസ്സിലാക്കാനും അതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം, ആ രോഗം എന്തുകൊണ്ട് അങ്ങനെ മാറാതെ നിൽക്കുന്നത്, അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് അതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുക, മൊത്തത്തില് നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റുക, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നേരത്തെ വന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. ആ ഒരു പർട്ടിക്കുലർ രോഗം എത്ര ആളുകളിലേക്ക് വന്നിട്ടുണ്ട്, അതിന്റെ ആ നമ്പർ ഓഫ് ഇൻക്രീസിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റെക്കോർഡ് സൂക്ഷിക്കും. എന്നാലാണ് ബാക്കിയുള്ള പോപ്പുലേഷന്റെ, ബാക്കി എന്ന് പറഞ്ഞാൽ ഈ രോഗം വരാതിരിക്കുന്ന ആളുകൾക്ക് അത് എത്രത്തോളം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻഷൻ മെഷേഴ്സ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്താം. അപ്പൊ അതൊക്കെ നടത്തണമെങ്കിലും പേഷ്യൻസിന്റെ റെക്കോർഡ്സ് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ യൂട്ടിലൈസേഷൻ സർവീസസ് അത് ഉപയോഗിച്ച് നമുക്ക് പല സേവനങ്ങളും ചെയ്യാം. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം, ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ചില രോഗങ്ങൾക്ക് നമ്മൾ മരുന്നുകൾ കൊടുത്ത് അതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ മൊത്തത്തിലുള്ള പോപ്പുലേഷന്റെ പല രോഗ കാര്യങ്ങളും മറ്റു വിവരങ്ങളും ഒക്കെ നമുക്ക് ശേഖരിച്ച് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് മൊത്തത്തിൽ, അത് പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. രോഗങ്ങൾ വരുന്നവർ മാത്രമല്ല, ഇനി വരാതിരിക്കുന്നവര്, വന്നിട്ടില്ലാത്തവർ ഇനി അതിലെങ്ങനെ വരാതിരിക്കാനും തടയാനും പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് പുതിയ രീതിയിൽ കൊണ്ടുവരാനും ഒക്കെ പോപ്പുലേഷന്റെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും നമുക്ക് കാര്യങ്ങൾ നീക്കണമെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊരു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആണ്. കാരണം ഓൾറെഡി നമുക്ക് തെളിവുണ്ട്, ഇന്നത്തെ രോഗം ഇന്നത്തെ എത്രയും ആളുകൾക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞ തെളിവും ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ, ഇന്നതാണ്. ചില രോഗമൊക്കെ അങ്ങനെ വരുമ്പോ ഹെൽത്ത് സെന്റേഴ്സ് വഴിയൊക്കെ അത് ഇനി ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ പ്രിവെന്റീവ് ആയിട്ടുള്ള ചില മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇമാജിൻ, ചില എന്താ പറയാ സമയത്തൊക്കെ നമുക്ക് ഹെൽത്ത് സെന്റേഴ്സ് വഴി മറ്റേ ചിക്കൻ ബോക്സിന് റെസിസ്റ്റ് ചെയ്യാൻ, മന്ത് റെസിസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചില മരുന്നുകളൊക്കെ തരാറില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ എപ്പോഴെങ്ങാണ്ടൊക്കെ തന്നിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? അതായത് ചില രോഗങ്ങൾ അങ്ങനെ അങ്ങോട്ട് പെരുകി അങ്ങനെ കാണുമ്പോ ഇനിയും അധികം ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്താൽ അത് എന്ത് പറ്റും? ഭയങ്കര എന്താ പറയാ ബാഡ് കോൺസിക്വൻസസ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകാം. അങ്ങോട്ട് കുറെ അങ്ങോട്ട് വളർന്നു വന്നിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് രോഗികള് ആകുക എന്നുള്ളതല്ല, അത്തരം രോഗങ്ങൾ കൂടുതൽ പെരുകുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യവും കൂടും, മരണനിരക്കുകൾ കൂടും. ആ മരണനിരക്കുകൾ കൂടിക്കഴിഞ്ഞാലും ആ പ്രദേശത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി അത് അവിടെ എങ്ങനെയൊക്കെയാണ് നമുക്കത് പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനി വരാതിരിക്കാനോ പോപ്പുലേഷനെ മൊത്തം അത് എഫക്ട് ചെയ്യാതിരിക്കാനോ നമുക്ക് എന്ത് മെഷേഴ്സ് ഒക്കെ എടുക്കാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഗൈഡ് ലൈൻ ആയിട്ട് നമുക്ക് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഉപയോഗിക്കാം. മനസ്സിലായ? പോപ്പുലേഷൻ ഹെൽത്ത് കിട്ടിയോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണ്ട. ഗൈഡ് ലൈൻസ് വരെ ഫസ്റ്റ് സെന്റൻസ് മാത്രം മതി. Information from patient records is used to monitor population health, assess health status, measure utilization of services, track quality outcomes, and evaluate adherence to evidence-based practice guidelines. A sentence മാത്രം മതി. Population health. ഓക്കെ, ഇവിടെ വെച്ച് നിർത്താം. പബ്ലിക് ഹെൽത്ത് തുടങ്ങി അടുത്ത ദിവസം എടുക്കാം. ഇത്രയും വരെ വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ.
കുറച്ച് നന്നായി വായിക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കുക, അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ സീ യു, ബൈ, താങ്ക് യു.